ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ നല്ല തിരക്കിട്ട പണിയിലാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല തിരക്കാവൂലേ. ജോലിക്ക് പോകണവർക്കാണെങ്കിലും വീട്ടിലിരിക്കണവർക്കാണെങ്കിലും ഒക്കെ മക്കൾ നേരത്തെ പോകുമ്പോൾ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാവരും തിരക്കിലാവും, അതേപോലെ തന്നെ ഞാനും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ട് പിന്നെ പോയിട്ടാണ് നിസ്കാരവും കാര്യമൊക്കെ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ചോറ് ചെറിയ തീയിലിട്ട് വെച്ചാൽ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. 7 മണിയാകുമ്പോഴത്തേനും നമുക്ക് ചോറ് റെഡി ആവണം കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അത് ചെയ്യാതെ കിച്ചണിക്ക് വന്നാൽ അന്നത്തെ ദിവസം ഒരു ഉഷാറും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചോറ് അടുപ്പത്തിട്ടാണ്ട് അങ്ങനെ പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ നൂൽപുട്ടിനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നാണ്ട് പിന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് തീരും. ഇങ്ങനത്തെ മരത്തിൻ്റെ അച്ചും കൂടി ആകുമ്പോഴേ ഈസിയാണ് കേട്ടോ. ഇതിനുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാവ് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ അച്ചായതുകൊണ്ടേ ഒരു 2-3 നൂൽപുട്ടിനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. 3 നൂൽപുട്ടിനുള്ളത് ശരിക്കും അങ്ങോട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ ഇഡ്ഡലി തട്ടിലാവുമ്പോൾ കേട്ടോ. വലിയ പ്ലേറ്റിലാവുമ്പം 2 തട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാവ് ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ കുഴപ്പമുള്ളൂ. അല്ലാതെ ഇങ്ങനെ പീച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ലോണം അങ്ങോട്ട് ബലം പിടിച്ച് പീച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചെറിയ നൂലായതുകൊണ്ടേ നല്ല സോഫ്റ്റ് വയ്ക്കാരം, അതേപോലെ കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും അതേപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റ് വയ്ക്കാരം കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ പീച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് ചിക്കൻ ഉണ്ടായിനി ഫ്രിഡ്ജിൽ. അത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിന്, പൈസയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതാക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൂട്ടാനെന്ന് വിചാരിച്ചിട്ടോ. റിച്ച് മോനും വൈഫക്കുട്ടിക്കും വേണ്ട, അവരെ സ്കൂളിൽ നിന്ന് ബിരിയാണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിനി. മഞ്ജുമോളാണ് പിന്നെ ചോറ് കൊണ്ടുപോകുന്ന ആൾ. അപ്പോൾ ഓൾക്കൊന്ന് കൂട്ടാൻ ഇതാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് പിന്നെ അതിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്തേണ്ടതാ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. മഞ്ജുമോൾ 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് അല്ലേ, അപ്പം ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ 7:15 ഒരു ബസ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അതിനാട്ടോ പോവുക. അപ്പോഴത്തേനൊക്കെ റെഡിയാക്കി കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റും റെഡി ആവണം, അതേപോലെ ഓൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ളതും റെഡിയാണോ. അപ്പോൾ ഞാൻ നല്ല നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിന് കേട്ടോ നമ്മളെ കിച്ചണിൽ. പിന്നെ അത് വാങ്ങാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. ഇനി ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാനങ്ങനെ ഓരോ ദിവസവും ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ഇടണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂൾക്ക് പോകാണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൂട്ടാനൊക്കെ ഒക്കെ എന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണത് കാണിക്കണ്ട് ഇൻഷാ അല്ലാ. ഇന്നിപ്പോൾ ഈ ചിക്കൻ വറുത്ത തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറ് വന്നപ്പോൾ ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ചിക്കനും ഇട്ട് കൊടുക്കുകയാണ്, വേറെ ഒന്നും ഇല്ലട്ടെന്ന്. പിന്നെ മഞ്ജുമോൾക്ക് കുറച്ച് ചോറ് മതി. പിന്നെ ഞാൻ നിർബന്ധിച്ച് കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണതാട്ടോ. ഇവിടുന്ന് രാവിലെ 7 മണിക്ക് പോയാൽ നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ് പോവുക. പിന്നെ അവിടുന്ന് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് സ്കൂൾക്ക് പോവുക കേട്ടോ ചെയ്യാം. അവിടുന്ന് ബസ്സിന് പോവും. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലല്ലോ, പിന്നെ ഉച്ചക്കല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഭയങ്കര വിശപ്പൊക്കെ ഉണ്ടാവും. ഞാൻ ഊഹിച്ചിട്ടോ എനിക്ക് വിശപ്പൊക്കെ ഉണ്ടാവും. അവൾക്ക് പിന്നെ വിശക്കണ പേടിയില്ല. നമ്മളെ വീട്ടിൽ ഏറ്റവും ഫുഡ് കഴിക്കാൻ മടിയുള്ള ആളാണ് കേട്ടോ മഞ്ജുമോള്. അതോളെ കാണാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറയും 2 ദിവസം തന്നെ പട്ടിണിക്ക് ഇടണം, എന്നാലുള്ളൂ എനിക്ക് ഫുഡിൻ്റെയൊക്കെ വില അറിയാമെന്നൊക്കെ പറയട്ടോ ചില സമയത്ത്. കുട്ടികൾ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിക്കണം, എന്നാലുള്ളൂ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ ഒരു ഉഷാറായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ വിശന്ന് വലിഞ്ഞ് പിന്നെ വാടി ഇരിക്കേണ്ടി വരും. അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. പിന്നെ ഇപ്പം എന്താ കാട്ടുക. അപ്പം അങ്ങനെ പോണ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു ചിലപ്പം. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിലേക്ക് കറി വേണം. അപ്പോൾ കറിക്ക് ഞാൻ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നല്ലോ. അതിനൊരു 3-4 കഷ്ണം എടുത്താണ്ട് കുക്കർക്ക് ഇട്ടീനി കേട്ടോ. പിന്നെ അതിക്ക് ഒരു ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ കറി. അതൊരു 2-3 വിസിലടിച്ചാൽ ഓഫ് ചെയ്യുക. പിന്നെ ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി. അപ്പോൾ കറിയാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. നമ്മൾ മഞ്ജുമോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമുക്ക് മുറ്റടിച്ചു വരാനും അകടിച്ചു വരാനും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തേക്ക് എവിടേക്കും പോകണില്ല കേട്ടോ, ഒന്ന് വീട്ടിൽ തന്നെയാണ്. അപ്പം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് വേഗം ജോലികളൊക്കെ തീർക്കുകയാണ്.
അപ്പോൾ നമ്മൾ എടുക്കുന്ന ജോലികളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലേ ഒരുപാട് ടൈം വലിയ ലെങ്ത്തുള്ള വീഡിയോ ആവും, ടൈം കൂടുതലാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും മടുപ്പേക്കാരം. അതേപോലെ എനിക്കും തന്നെ എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. പിന്നെ ഫോണിലും തന്നെ സ്പേസ് കുറവായതുകൊണ്ട് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തുണികളുണ്ട് അലക്കാൻ. അപ്പോൾ അതും കൊണ്ട് പുഴയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം മറ്റുള്ള ജോലികളൊക്കെ തീർത്ത് തുണികളൊക്കെ കൊണ്ട് പുഴയ്ക്ക് പോരുകയാണ് കേട്ടോ. പോന്നേക്കാണ് കേട്ടോ. നമ്മൾ ഐഫക്കുട്ടി റിച്ചുമോനുണ്ട് കൂടെ. ഓർക്ക് പിന്നെ സ്കൂൾ ബസ് വരണമെങ്കിൽ 10 മണിയാവും. അപ്പോൾ ഓർക്ക് കുളിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരെയും കൊണ്ട് പോന്നേക്കാം കേട്ടോ. പുഴയിലാണെങ്കിൽ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട് ഇപ്പോൾ. ഞാനങ്ങനെ കുറേ അങ്ങോട്ടൊന്നും പോകില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും പേടിയാണ്. ഒരു ഞാൻ അലക്കുന്നിടത്ത് തന്നെ ഉണ്ടാവും, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കല്ലിട്ട സ്ഥലത്ത് കണ്ടില്ലേ, നമ്മൾ അലക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും വെള്ളമില്ല. അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് അലക്കൽ. ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, പുഴയിൽ വന്നാൽ എന്താ അറിയോ, എത്ര അലക്കാണ്ടെങ്കിലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അലക്കൽ കഴിയും, എത്ര തോന്നുന്നുണ്ടെങ്കിലും. അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പുഴയിൽ നിന്ന് പോന്നു കേട്ടോ. കുട്ടികളെയും കുളിപ്പിച്ച് പുഴയിൽ നിന്നൊക്കെ പോന്നു. പിന്നെ മക്കൾക്ക് 10 മണിക്കാണ് ബസ് വരിക. അപ്പോഴത്തേനും ഓരോട് ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും കുളിച്ച് പിന്നെ വേഗം തുണികളൊക്കെ തോരിടാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ രാവിലെ തുണി കഴുകിയിടാണ് നല്ലത്. എന്നാൽ എന്താ പറയുക, എളുപ്പം ഉണങ്ങി കിട്ടും. മറ്റത് ചിലപ്പോൾ മഴ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഈ തുണികളൊക്കെ വെയിൽ കൊള്ളാതെ ഉണങ്ങിയാലേ ഒരു സ്മെല്ലേക്കാരം. പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ഒരുപാടുണ്ടാവും തുണികൾ അലക്കാൻ. സ്കൂൾക്ക് പോകുമ്പോൾ ഇടുന്നതും പിന്നെ വന്നിട്ട് അയച്ചിട്ട് വേറെ ഇടുന്നതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടാവും തുണികൾ കഴുകാൻ. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആവൂലേ. പിന്നെ ഇവിടെ മാത്രമല്ല, എല്ലാ വീട്ടിലും ഉണ്ടാവും. കുട്ടികൾ സ്കൂൾക്ക് പോകാനുള്ള വീട്ടിൽ പ്രത്യേകിച്ചില്ലേ. അങ്ങനെ തുണികളൊക്കെ കഴുകിയതൊക്കെ തോരട്ടു. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കും പറഞ്ഞയച്ചു. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി ചെയ്യാൻ. എന്നിട്ടുള്ള വീഡിയോ ഒക്കെ റെഡിയാക്കാണ്ടേനി. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ കറിയൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. പിന്നെ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പോൾ അവർക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എൻ്റെ ഐഫക്കുട്ടിക്കൊക്കെ. ഐഫക്കുട്ടിക്കും റിച്ചുവിനും മഞ്ജുമോൾക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പം കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റിക്ക് വിളമ്പി വെക്കുകയാണ് കേട്ടോ. ഒരു വരാനായിട്ടുണ്ട്. നൂഡിൽസൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കണമല്ലേ. അപ്പോൾ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഏത് കുട്ടികൾക്കും ഉണ്ടാക്കാൻ അറിയാം. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. ഇവിടുത്തെ മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം നൂഡിൽസൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഞങ്ങട്ടിലൊക്കെ പോയിക്കാണെങ്കിലും ഓർക്ക് വിശക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊന്നും അവർക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നൂഡിൽസൊക്കെ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നാണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കുറേശ്ശെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ക്യാബേജും ക്യാരറ്റും ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നൂഡിൽസൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളെ പോലെ തന്നെയാണ് ഞാനും. പിന്നെന്താ, രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ വറുത്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ബീഫ് ഉണ്ട്. ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് ബീഫൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ബീഫ്. അപ്പോൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇങ്ങനെ ചില്ലി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഒരു 3-4 പീസ് ബീഫ് ഇതേപോലെ എടുത്തിട്ട് ഇതൊന്ന് നല്ലോണം കഴുകിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വാഴൻ്റെ ഇലയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേ വെറുതെ വാഴൻ്റെ ഇലയിൽ ഇട്ടതാണ്, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു രസമാണല്ലോ വാഴൻ്റെ ഇലയിലൊക്കെ ഇടുമ്പം, അതിനിട്ടതാട്ടോ. ഇനി നമ്മളിത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് ചില്ലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പീസിലെ ബീഫ് എടുക്കല്ല നല്ലത്. വലിയൊരു പീസ് ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ നല്ല എല്ലില്ലാത്ത പീസൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിച്ചതല്ലല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പം ചെറിയ പീസാണ് കേട്ടോ അത് കുറച്ചൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിച്ചതും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട്
നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ടേ ചിലപ്പോൾ അടി പിടിക്കും വെള്ളം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. എളുപ്പം വെള്ളം വറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേപോലെ ബീഫ് ഒരുപാട് വേവരുത്. ചില്ലി ഉണ്ടാക്കാനാവുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഉടയും. അപ്പോൾ ഒരു 80% വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിലും അടുപ്പിച്ചു. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും അടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടോ. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി. അപ്പോൾ നല്ലോണമൊന്നും വെന്തിട്ടില്ല, ഒരു 80% വെന്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റാം. അപ്പോൾ ആ വെള്ളം കളയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിക്കൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചൂടാറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബീഫൊക്കെ വരട്ടണ ആ ഒരു രീതിയിൽ കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് ഷേപ്പൊന്നുമില്ല കേട്ടോ, നീളത്തിലുള്ളതും വട്ടത്തിലുള്ളതൊക്കെ ഉണ്ടായില്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക. സുർക്ക അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതി. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് കൂടിപ്പോണ്ട. പിന്നെ അതേപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബീഫ് ചില്ലിക്ക് നല്ല അടിപൊളി കളറൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല റെഡ് കളറിൽ കിട്ടും. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലേ ഒരു കമൻറ്റ് ഉണ്ടേനും, ഇന്നലെ ഞാനിതിൽ ശർക്കര ഉരുക്കെന്തോ ചെയ്തീനി കേട്ടോ ഈ ഒരു പാനിൽ. അപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ കൊടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടേനും. എനിക്കിഷ്ടമുള്ളൊരു പാനാണ് കേട്ടോ ഇത്. ഞാൻ അധികം കുക്കിങ്ങും ഇതിൽ തന്നെയാണ് ചെയ്യൽ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ അധികം കുക്കിങ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാൻ ആയതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇൻഷാ അല്ലാ ഇൻഡസ്വാലിൽ നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുമ്പം ഇതേപോലെയുള്ള പാനൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പം ഞാൻ തരണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിക്ക് പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ച് ആ ഒരു ബീഫ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ടൊക്കെ അങ്ങനെ നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കണില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. ബീഫ് വെന്തതാണല്ലോ, പിന്നെ നല്ലോണം മൊരിച്ചെടുത്താലേ ഇത് കഴിക്കാൻ കഴിയൂല. നല്ല ഉറപ്പേക്കാരം, നല്ല ഹാർഡായിട്ടേക്കാരം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കണ സമയത്ത് ഒരു ഗതികേടാണ്. നേരെ മറിച്ച് നല്ല സോഫ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കാതെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. ഇനി ആ ഒരു എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടേ ആ ഒരു എണ്ണയ്ക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. സവാള കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അതേപോലെ ക്യാപ്സിക്കം ഇട്ടിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ടൊമാറ്റോ സോസും സോയാ സോസും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ റിച്ച് മോന് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, ഞാൻ അതുകൊണ്ടാണ് പിന്നെ ചേർക്കാത്തത്. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മോരുകറി ഉണ്ടാക്കാം. മോരൊന്നും ഇല്ലാതെ ഉണ്ടാക്കണ മോരുകറി കേട്ടോ. കുറച്ച് പുളിവെള്ളം ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പാണ് കേട്ടോ അത്. കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1/4 ടീസ്പൂണ് നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മോരുകറിയാണ് കേട്ടോ അത്. ഇതിലേക്ക് പച്ചക്കറികളൊന്നും വേണ്ട, മോരും വേണ്ട. നമുക്ക് നമ്മളിപ്പോൾ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു മഞ്ഞൾ
ഇട്ടുകൊണ്ട് പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ബീഫ് ഇതാ ഞാൻ വാഴൻ്റെ ഇലക്കൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു അരിപ്പൊടി കെട്ടാതിരിക്കാനേ അപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ചേർത്ത പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഉണ്ടല്ലോ, അത് വെന്ത് കുറുകി വരും കേട്ടോ. പിന്നെ ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വേണമെന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ബീഫ് ഫ്രൈൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മോരുകറി. അപ്പോൾ ഇതാ നമ്മളെ ബീഫിൻ്റെ മേലെ കൂടെ ഞാൻ കുറച്ച് സവാള അങ്ങനെ എന്താ പറയുക, സവാള അങ്ങനെ വട്ടത്തിലാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പച്ച സവാള ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. കുറച്ച് നാരങ്ങ നീരും അതിൻ്റെ മേലെ കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. എപ്പോഴും നമ്മൾ ബീഫ് വേറെ രീതിയിലൊക്കെയല്ല ഉണ്ടാക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമാവും. കുക്ക് ചെയ്യുമ്പോൾ നമുക്കും ഒരു ഇഷ്ടമല്ലേ. എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം എന്താ കുക്ക് ചെയ്യാനൊരു മടിയില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റിൽ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. എല്ലാ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്, അതേപോലെ തന്നെ ഞാനും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഇനി ഒരു കറി കടുക് വറുത്തെടുക്കാം കേട്ടോ. അതിപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി അതിക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് എന്താ കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മഞ്ഞൾപ്പൊടി ആ എണ്ണയ്ക്ക് ചേർത്തിന് കേട്ടോ. പിന്നെ വറ്റൽമുളക് ഇല്ലേ, ഇനി വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി അതേപോലെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഈ കറിക്ക് എരിവ് ഇടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാഞ്ഞത്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ആയി. പിന്നെ ഇതാ ചോറ് വിളമ്പിയിട്ടൊന്ന് കാണിക്കാണ് കേട്ടോ, അല്ലാതെ ചോറ് കഴിക്കാനൊന്നും ആയിട്ടുള്ള സമയം. അപ്പോൾ ഈ മോരുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ, എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ മോരുകറി നല്ല ടേസ്റ്റാണല്ലോ ബീഫിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.